ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികളുടെ വില വർദ്ധിക്കാതിരിക്കാൻ 2000 ചന്തകൾക്ക് നേതൃത്വം കൊടുക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു. ഹോർട്ടികോർപ്പും VFPCKയും വഴിയായി 2000 ഓണച്ചന്തകൾ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുവേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി 20 കോടി രൂപ നിലവിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, ദീർഘകാലത്തിന് ശേഷം പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭത്തിൽ വിളകൾ നഷ്ടപ്പെടുമ്പോൾ ആ വിളകൾക്ക് കിട്ടുന്നതായ നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ ക്യാബിനറ്റ് മീറ്റിംഗിൽ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട റോജി മിനിസ്റ്ററും അബ്ദുൽ ഗഫൂർ മിനിസ്റ്ററും ഇവിടെയുണ്ട്. ഏറ്റവും നല്ല ചർച്ച നടന്നു. കൃഷിനാശത്തിൻ്റെ ചർച്ച ക്യാബിനറ്റ് മീറ്റിംഗിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുകയും 25% കാർഷിക വിളകൾക്കുണ്ടാകുന്ന നഷ്ടം കൂടുതൽ സൗകര്യത്തോടുകൂടി അവർക്ക് സൗകര്യം ചെയ്യാനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു. 17-ാം തീയതിയിലെ ചിങ്ങം 1 പ്രവർത്തനം നന്നായി നടക്കുന്നു. അതിൽ നിങ്ങളെയൊക്കെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ആ പരിപാടി വിജയിപ്പിക്കുന്നതിൽ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്നുള്ളത് പ്രത്യേകം പറയുന്നു. എനിക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള അറിവ് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ടാണ് ചിങ്ങം 1 നടക്കുന്നത്. അടുത്ത കാലത്തൊന്നും നടന്നതായി പറഞ്ഞിട്ടില്ല. ആദ്യമായി നടക്കുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ വനിതാ കർഷക വർഷത്തിലാണ് ഇത് നടക്കുന്നത്. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷി സഖി പദ്ധതി അടക്കം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആരംഭിച്ചതായിരിക്കുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറ്റവും നന്നായി നടത്താൻ വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘവും അതിൻ്റെ ക്രമീകരണങ്ങളും എല്ലാം നടന്നു വരിക. കൃഷിഭൂമിയുടെ പുനഃക്രമീകരണം വയനാട് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സെപ്പറേറ്റ് സ്കീമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൃഷിഭൂമി പുനഃക്രമീകരിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റാനുള്ള സ്കീമാണത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് KSDMA ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് 11-ാം തീയതി വിളിച്ചത് ഈ പർപ്പസ് അടക്കം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. കൃഷിഭൂമിയിൽ വെള്ളം കയറുമ്പോഴും കൃഷിഭൂമി ഡ്രൗട്ടിന് വിധേയമാകുമ്പോഴും അതിൻ്റെ മൂലകങ്ങൾ ഫെർട്ടിലിറ്റി ലോസ് സീരിയസ് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ മണ്ണ് പരിശോധന നടക്കുമ്പോഴാണ് അറിയുന്നത്. കേരളം മുഴുവൻ ഈ ഫ്ലഡഡ് ഏരിയയിൽ മണ്ണ് പരിശോധനയ്ക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുക, എന്നിട്ട് അതിൻ്റെ നഷ്ടപ്പെട്ട മൂലകങ്ങളെ തിരിച്ചു പിടിക്കാൻ ഉള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. അതൊരു മിഷനായി എടുക്കുകയാണ്. അതിൽ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ ക്രമീകരിക്കാനാണ്, പുനഃകൃഷിക്കുള്ള സംവിധാനം ഏർപ്പെടുത്താനാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു സ്പെഷ്യൽ മിഷൻ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പറയാം. 36,829 പ്രാഥമിക കണക്കാണ്. ഈ കണക്ക് കൂടുകയുള്ളൂ എന്നുള്ളതാണ് കൃഷി വകുപ്പിൻ്റെ നിരീക്ഷണം. അതിൻ്റെ ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പ് FIR രജിസ്റ്റർ ചെയ്യും ഞങ്ങൾ, ഫസ്റ്റ് ഇൻഫർമേഷൻ. അതിനുശേഷം ഫീൽഡ് വെരിഫിക്കേഷൻ ഉണ്ട്. ആ ഫീൽഡ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തും. ആ കൃത്യത ഉറപ്പുവരുത്തി എയിംസ് പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്ത് വിളകളുടെ നഷ്ടപരിഹാര സ്കീമിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യും. അതാണ് സാധാരണ. ഏതാ? കൃഷിഭവനിൽ അറിയിച്ചാൽ മതി. കൃഷിഭവനിൽ അറിയിച്ചാൽ മതി. അത് 3 ആഴ്ച സമയമെടുക്കാം. ആ 3 ആഴ്ച സമയം എടുക്കേണ്ടതില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവർക്കത് റിപ്പോർട്ട് ചെയ്യും.